Ready? 1, 2, 3, start. ഹലോ. Welcome to our Diwali vlog. അപ്പോൾ ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മൾ എല്ലാ തവണയും ദീപാവലി ആഘോഷിക്കുക ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലാണ്. ദീപാവലിക്ക് നോർമലി പടകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ. നമ്മുടെ മാക്സിമം ലൂണയ്ക്ക് അത് ഇഷ്ടമേ അല്ല. സോ അവർ ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മൾ അത് ചെയ്യാറില്ല. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആണല്ലോ ദീപാവലി. അപ്പൊ നമ്മളെ ദീപാവലി അങ്ങനെ തന്നെ ഇട്ടിട്ട് അപ്പൊ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ദീപാവലിക്ക് വേണ്ടി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നൊരു വ്ളോഗ് ആക്കി ചെയ്യാൻ വേണ്ടി. നേർച്ച വെച്ച് കൊടുക്കുക, സ്വീറ്റ്സ്. പക്ഷെ ഇത്തവണ നമ്മൾ നേർച്ചയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ ഫാമിലിയിൽ ഒരാൾ മരിച്ചപ്പോൾ സോറി. ഞങ്ങൾ എല്ലാ തവണയും ദീപാവലിക്ക് അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ. അതിൽ മെയിനായിട്ട് വിളക്ക് കത്തിക്കുക, വീട് നിറയില്ലെങ്കിലും കുറച്ചൊക്കെ വിളക്ക് കത്തിക്കുക, പിന്നെ നേർച്ച വെച്ച് കൊടുക്കുക, സ്വീറ്റ്സ്, ഫുഡ്, ഇതൊക്കെയാണ് എല്ലാ തവണയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ആകെ വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യുന്നത് നമ്മൾ വ്ളോഗ് എടുക്കുന്നു. ഓക്കെ യെസ്. ഓക്കെ. കഴിഞ്ഞ വർഷം ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അയ്യോ, കഴിഞ്ഞ അവിടുത്തെ വ്ളോഗ് ഷോർട്സ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വലുതാണ്. ദീപാവലിക്ക് നമ്മൾ ദീപങ്ങൾ ഒരുക്കുന്നത് നമ്മുടെ കുറച്ച് മൺചിരാതെ കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അധികമൊന്നുമില്ല, കുറച്ചൊരു 10-50 ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കാൻ തുടങ്ങി. പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേനും ഡ്രസ്സപ്പ് ചെയ്തിട്ടോ. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണിത്. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി വിളക്കെത്തിക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ. ഈ നമ്മുടെ മാക്സിനൊക്കെ ഇതൊക്കെ കുറച്ച് പേടിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം മാക്സിനെ വെച്ചൊക്കെ ഫോട്ടോ എടുക്കുക പറയുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ദിവാലി.